ഹായ്, ഐ എം ഡോക്ടർ ബിന്യ, നവതല ആയുർ കെയർ കാക്കനാട്. ഞാൻ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് ആയുർവേദ ശല്യതന്ത്ര വിഭാഗം, അതായത് ആയുർവേദ സർജറിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആയുർവേദത്തിൽ എന്താ സർജറി ഉണ്ടോ ഡോക്ടറെ എന്ന്? ആയുർവേദത്തിൽ സർജറി ഉണ്ട് കേട്ടോ. ഔട്ട്സൈഡ് കേരള, ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലും ആയുർവേദ ഡോക്ടേഴ്സ് സർജറി ചെയ്യുന്നവരാണ്. നിങ്ങൾ അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് വിഭാഗങ്ങൾ ഉണ്ടാവും അല്ലേ? ഓർത്തോ, ഗൈനക്ക്, അങ്ങനെ പല വിഭാഗങ്ങൾ. അതുപോലെ തന്നെ ആയുർവേദത്തിലും സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. MS, MD, PG ഡിപ്ലോമ, ഇത് മൂന്നുമാണ് ആയുർവേദത്തിലെ സ്പെഷ്യലൈസേഷൻസ്. അതിൽ MS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഇൻ സർജറി. അത് 3 ഡിപ്പാർട്ട്മെന്റ്സിലാണ് നിലവിലുള്ളത്. MS ശല്യതന്ത്ര, MS ശാലാക്യതന്ത്ര, MS പ്രസൂതി ആൻഡ് സ്ത്രീരോഗ. ആയുർവേദ ശാലാക്യം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനിലെ IE&ENT വിഭാഗത്തിൽ തത്തുല്യമായിട്ടുള്ള ഒരു വിഭാഗമാണ്. അതുപോലെ തന്നെ ശല്യതന്ത്രം എന്നത് ജനറൽ സർജറി വിഭാഗത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള ആയുർവേദ വിഭാഗമാണ്. ഒബ്സ് ആൻഡ് ഗൈനക്കോളജിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള വിഭാഗമാണ് ആയുർവേദ പ്രസൂതി ആൻഡ് സ്ത്രീരോഗം എന്ന് പറയുന്നത്. അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള സർജറീസ് കാണാനും പരിശീലിക്കാനും അത് പുറത്തുപോയി ചെയ്യാനുള്ള ഒരു പ്രാഗൽഭ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ MS സിലബസിന്റെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഡോക്ടേഴ്സിന് ആ ഒരു അവസരം ലഭിക്കാത്തത് കൊണ്ട് they are unable to do all these surgeries. But outside Kerala, what happens is that they can see and practice these surgeries in their PG time itself, and they can do all these surgeries. 2016 ഇന്ത്യൻ ഗവൺമെന്റ് ആയുർവേദ ഡോക്ടേഴ്സിന്റെ സർജറീസ് ലീഗൽ ആക്കിയിട്ടുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്ന 59 സർജറീസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും അത് ചെയ്യാനായിട്ട് they are eligible to do all these surgeries എന്ന ഒരു ഉത്തരവും ഓൾറെഡി ലീഗലി അപ്രൂവ്ഡ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ ഡോക്ടേഴ്സിന് ഈ ഒരു അവസരം നഷ്ടമാവുന്നത് കൊണ്ട് അവർക്ക് സർജറീസ് ചെയ്യാനായിട്ട് പറ്റില്ല. സർജറി ഓൾറെഡി പറഞ്ഞിട്ടുള്ള ചില കേസുകളിൽ, നോട്ട് ഓൾ ദി കേസസ്, ചില കേസുകളിൽ നമുക്ക് സർജറി ഇല്ലാതെ ആയുർവേദത്തിലുള്ള ചില സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ്, ദാറ്റ് മേ ബി സം പാരാസർജിക്കൽ പ്രൊസീജിയേഴ്സ്, മേ ബി സം പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഇന്റേണൽ മെഡിസിൻസ്. അപ്പോൾ ഇതിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ സർജറീസ് അവോയ്ഡ് ചെയ്യാനും പേഷ്യന്റിനെ ബാക്ക് ടു നോർമൽസിയിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ്. പൂർവാധികം ഹെൽത്തിയർ ആയിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നവതലം ആയുർ കെയറിലും ഇതുപോലെ തന്നെ സർജറി പറഞ്ഞിട്ടുള്ള കേസസ് വരാറുണ്ട്. നമ്മൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ഇവർക്ക് സർജറി വേണ്ട, ആയുർവേദ ട്രീറ്റ്മെന്റ് മതി എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. നവതലം ആയുർ കെയറിൽ നമ്മൾ പ്രധാനമായിട്ടും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് 3 വിഭാഗത്തിലുള്ള ഡിസീസസിനാണ്. ഒന്നാമത്തത് ഓർത്തോ വിഭാഗം, രണ്ടാമത്തത് ഏനോറെക്ടൽ ഡിസീസസ്, അതായത് പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയിട്ടുള്ള മൂലരോഗങ്ങൾ, മൂന്നാമത്തത് വെരിക്കോസ് വെയിൻ ആൻഡ് വെരിക്കോസ് അൾസർ. സർജറി പറഞ്ഞിട്ടുള്ള കേസുകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ട് സർജറീസ് പറയുന്ന കേസസ് ആണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് 2 days ബാക്ക് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. കാല് മടങ്ങിയിട്ട് ലിഗമെന്റ് സ്ട്രെയിൻ ആയിട്ട് വന്ന പേഷ്യന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെന്റിന്റെ സ്ട്രെയിൻ grade 1 ആയിരുന്നു. ആക്ച്വലി അതിന് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. grade 4 ആകുമ്പോൾ മാത്രമാണ് നമുക്ക് സർജറി അതിൽ പറയുന്നുള്ളൂ. ബട്ട് ഇതിൽ സർജറി ചെയ്യണം എന്നുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുമ്പോൾ സർജറി ആണ് ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദേ ക്യാൻ ബി മാനേജ്ഡ് വിത്ത് കൺസർവേറ്റീവ് മാനേജ്മെന്റ് ഇൻ ആയുർവേദ. ആയുർവേദത്തിലെ പല പ്രൊസീജിയേഴ്സ്, ചിലപ്പോൾ അവർക്ക് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സോ പാരാസർജിക്കൽ പ്രൊസീജിയേഴ്സ് പോലുള്ള പ്രൊസീജിയേഴ്സൊക്കെ ആവശ്യമായിട്ട് വരുന്നതും, എന്നാൽ പേഷ്യന്റിനെ ഏതാണ്ട് 80, 90, 100% തന്നെ പേഷ്യന്റിനെ ബാക്ക് ടു നോർമൽസിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ആണ് ഈ ഒരു സെക്കൻഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിസ്ക് ബൾജ് എന്ന് കേട്ടിട്ടുണ്ടാവും. നട്ടലിലുള്ള ഡിസ്ക് ബൾജ്, അത് നമുക്ക് 4 സ്റ്റേജുകളായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ബൾജ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്രൂഷൻ, തേർഡ് സ്റ്റേജ് എക്സ്ട്രൂഷൻ ആണ്. ഈ ഒരു 3 സ്റ്റേജ് വരെ ആയുർവേദത്തിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പൂർണ്ണമായിട്ടും ആ പേഷ്യന്റിനെ എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും ജനറലി ഈ ഒരു 3 സ്റ്റേജിൽ വന്നിട്ടുള്ള പേഷ്യൻസിനെയും നമുക്ക് ആയുർവേദത്തിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സർജറി ആവശ്യമുള്ള പേഷ്യൻസ് ആണ്. അവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദ മാനേജ്മെന്റ് കൊണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ആംഗിൾ ജോയിന്റ് സ്പ്രെയിൻ തന്നെ 4th grade വന്നു കഴിഞ്ഞാൽ, അതായത് കംപ്ലീറ്റ് ടിയർ ആണ്, അതിൽ നമുക്ക് ഒരിക്കലും ആയുർവേദ മാനേജ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റൊരു കേസ് എന്ന് പറയുന്നത്
പറയുന്നത് ഈ IVDP ഡിസ്ക് പ്രൊലാപ്സ്, നട്ടെല്ലിലുള്ള ഡിസ്ക് പ്രൊലാപ്സ് തന്നെ 4th ഗ്രേഡ് വന്നു, അതായത് സെക്വിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അലോപ്പതിയിൽ സർജറി തന്നെ വേണ്ടി വന്നേക്കും. സർജറി പറഞ്ഞവരിൽ തന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് നമുക്ക് വിത്തൗട്ട് സർജറി ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് പേഷ്യന്റിനെ ക്യൂർ ചെയ്യാനായിട്ടും സാധിക്കും. ആയുർവേദത്തിലെ സർജിക്കൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും നവതരം ആയുർ കെയറിൽ പേഷ്യൻസിന് ചെയ്യുന്ന സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും ഉള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം.